ഹലോ. ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എൻ്റെ വാർഡ്രോബ് ഒന്ന് ക്ലീൻ ആക്കലാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഴ്സ്. അപ്പോൾ ആ ഓർഗനൈസേഴ്സ് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വാർഡ്രോബ് ക്ലീൻ ചെയ്യണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു. ഇന്ന് ക്ലീൻ ചെയ്യാം, നാളെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒരു കുന്നുപോലെ തുണികളുണ്ട്. ഇതാണ് ഇപ്പം എൻ്റെ കബോർഡിൻ്റെ അവസ്ഥ. ഇപ്പോഴത്തെ കബോർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് വിചാരിച്ചാൽ, പുറത്തു പോകുന്ന ഡ്രസ്സ് ഏതാണ്, വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് ഏതാണ്, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കാം നമ്മളെ ബെഡിൽ. ബിക്കോസ് അവിടെ കബോർഡിൽ നിന്ന് എല്ലാ തുണികളും എടുത്ത് നമുക്ക് പുറത്തിടാം. ഞാൻ ആദ്യം വിചാരിച്ചു ഓരോ സെക്ഷനായിട്ട് ക്ലീൻ ആക്കാമെന്ന്. പക്ഷേങ്കിൽ നമുക്ക് ഓരോ സെക്ഷനായിട്ട് നിന്നാൽ അത് ഇന്നൊന്നും തീരില്ല. ബിക്കോസ് എല്ലാ തുണികളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡപ്പാണ്. എല്ലാ തുണികളും പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡീക്ലട്ടറിങ് തുടങ്ങാം. നമുക്ക് ആവശ്യമില്ലാത്ത തുണികൾ മാറ്റി വെക്കാം, ആവശ്യമുള്ള തുണികൾ മടക്കിയും വെക്കാം. തുണി മടക്കി വെക്കുന്നത് ഒരു വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് നമുക്ക് അധിക സമയം കളയാനില്ല. നമുക്ക് വേഗം തന്നെ തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് നമ്മളെ കബോർഡിൻ്റെ ഓരോ സെക്ഷൻസും ക്ലീൻ ചെയ്യാം. ഞാനത് വാക്യൂം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു തുണി വെച്ചിട്ട് വെറുതെ ഒന്ന് തുടക്കുകയും ചെയ്തു. ഇന്നത്തെ മെയിൻ ഉദ്ദേശം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കബോർഡ് ക്ലീൻ ആക്കുക. പക്ഷേ ആ കബോർഡ് ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ഓർഗനൈസേഴ്സ് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കാണാം. ഞാനൊരു സെറ്റായിട്ട് മടക്കി വെച്ചു, എനിക്ക് കാണുന്ന രീതിയിൽ. എടുത്ത് കബോർഡിലേക്ക് വെക്കുമ്പം അത് ഈസിയാവും. ശരിക്കുള്ള പണി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചു, നമ്മൾ ഡീക്ലട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത തുണികൾ മാറ്റി വെച്ചത് ഞാൻ ഒരു കവറിലാക്കി വെക്കാം. എന്നാൽ പിന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റോറേജ് ബാഗാട്ടോ. ഞാൻ ഇതുവരെ അത് തുറന്ന് നോക്കിയിട്ടില്ല, ഇന്നാണ് അത് തുറന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കുറച്ചധികം തന്നെ വലുതാണ്. എൻ്റെ ഒരു ഡ്രസ്സ് വെക്കാൻ മാത്രം ഉള്ളൊരു ആവശ്യം ആ ഒരു ബാഗിനെ കൊണ്ടില്ല. അതിൽ വേണമെങ്കിൽ നമുക്ക് വലിയ ബ്ലാങ്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ ഓക്കെയാണ്. ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റി, ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. അതെൻ്റെ കബോർഡിലും കയറില്ല. അപ്പം പിന്നെ ഞാൻ അടുത്ത ഐറ്റം എടുത്തു. ഇതാണ് വൈറൽ ആമസോൺ പ്രോഡക്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കബോർഡിനെ പാർട്ടീഷൻ ചെയ്യും. അത് പുറത്തെടുത്തപ്പോഴാണ് മനസ്സിലായത് എന്നെക്കൊണ്ട് ഒറ്റക്ക് നടക്കില്ല എന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽപ്പറിനെ വിളിച്ചു. അപ്പം മാനുവലൊക്കെ നോക്കിയിട്ട് മെല്ലെ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കബോർഡിൽ നമ്മളുടെ ആ ഒരു പാർട്ട് ഓഫ് സെക്ഷന് ഹൈറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്യാം. പേഴ്സണലി എനിക്ക് ഈ പ്രൊഡക്റ്റ് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നി. ബിക്കോസ് ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ തട്ട് അത്രയും വലുതായിരിക്കും. ആൻഡ് നമ്മൾ തുണികൾ മേലെ വെക്കുമ്പം ചിലപ്പോൾ നമ്മൾ താഴേന്ന് തുണി വലിച്ചെടുക്കുമ്പോൾ മേലത്തെ തുണി അങ്ങ് താഴേക്ക് വീഴും. ഇല്ലെങ്കിൽ മര്യാദക്കുള്ളൊരു വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മളെ വാർഡ്രോബിന് മാത്രമല്ല, പക്ഷേ നമുക്ക് കിച്ചൺ ഡ്രോയേഴ്സിന് യൂസ് ചെയ്യാം. ഇൻ കേസ് കിച്ചൺ ഡ്രോയേഴ്സും ഇങ്ങനത്തെ ആണെങ്കിൽ ആ ഒരു പാർട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇതിന് ഞാൻ വെയ്റ്റ് കപ്പാസിറ്റീൻ്റെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് മര്യാദക്ക് വെക്കാൻ പറ്റിയിരുന്നു. എനിവേ 5 സെക്ഷൻസ് ആയിട്ടാണ് എൻ്റെ വാർഡ്രോബ് ബിൽഡായിട്ടുള്ളത്. എൻ്റെ സമ്മർ ഡ്രസ്സസും പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സസും 2 സെപ്പറേറ്റ് വാർഡ്രോബ് സെക്ഷൻസിലായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത വൈറൽ പ്രൊഡക്റ്റ് ആമസോൺ പ്രൊഡക്റ്റാണ് ഈ ഒരു സ്റ്റോറേജ് ബോക്സ്. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സും എടുത്തു വെക്കാനാണ്. എൻ്റെ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സ് ഞാൻ സ്റ്റോറേജ് ബോക്സിൽ വെച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതൊരു താഴത്തെ സെക്ഷനിലാണ് വെക്കുന്നത്. എപ്പോഴും നമ്മൾ ബോക്സസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ ബെൻഡ് ചെയ്ത് കുനിഞ്ഞ് നമ്മൾ എപ്പോഴും എടുത്ത് സെർച്ച് ചെയ്യേണ്ടി വരും. ഇതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പുറത്തോട്ടൊന്ന് വലിച്ചാൽ നമുക്ക് എല്ലാ ഡ്രസ്സസും ഒരേ സെറ്റിൽ ഒരേ ബോക്സിൽ കാണും. അപ്പോൾ എടുക്കാനും കൂടി എളുപ്പമായിരിക്കും. അത് സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി നമ്മളുടെ അടുത്ത വൈറൽ പ്രൊഡക്റ്റ് ആമസോൺ പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യേണ്ട ഒരു സ്റ്റോറേജ് ബോക്സ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ക്ലട്ടറായി കിടക്കുന്നതിനെക്കാട്ടും ഭേദം ഇത് ഓരോ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ നമുക്ക് എടുക്കുമ്പോഴും എളുപ്പമായിരിക്കും. അതേപോലത്തെ പ്രൊഡക്റ്റാണ് ഒന്നും കൂടി ഞാൻ മേടിച്ചത്. ഇതൊന്ന് കവറുള്ളത്, അതൊന്ന് കവറില്ലാത്തത്. രണ്ടും സെയിം തന്നെ. ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് നമുക്ക് ക്ലോസ് ആക്കിയിട്ട് ഉള്ളിൽ കയറ്റാം. അതേപോലെ മറ്റേ സ്റ്റോറേജ് ബാഗിലും ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സും പ്ലസ് കുറേ സ്പേസ് ബാക്കിയുള്ളതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഹാൻഡ് കർച്ചീഫൊക്കെ ഞാൻ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു.
സോ ഫൈനൽ ഇതാണ് കേട്ടോ. ഫൈനലി നമ്മൾ വാർഡ്രോബ് ക്ലീനായി. സോ ഏറ്റവും മേലത്തെ പാർട്ടിൽ ഞാൻ എൻ്റെ കല്യാണ സാരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. താഴത്തെ പാർട്ടിൽ എൻ്റെ വിൻ്റർ ക്ലോത്ത്സ്, അതിൻ്റെ താഴത്തെ പാർട്ടിൽ ഞാൻ പുറത്തു പോകുമ്പോൾ ഇടുന്ന എൻ്റെ സൽവാറും പിന്നെ വേറെ എന്തെങ്കിലും ജീൻസും അതൊക്കെ എടുത്തു വെച്ചു. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പുള്ള് ചെയ്താൽ നമുക്ക് ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും. അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. സോ ഈ 4 പ്രൊഡക്ട്സ് എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കബോർഡ് കുറച്ച് വൃത്തിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.